ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സംഭവമായിട്ടാണ്. എയർ ഫ്രൈ. എണ്ണയില്ലാതെ എണ്ണ പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു കുറ്റബോധവും ഇല്ലാതെ കഴിക്കാം. എണ്ണയില്ലാതെയോ? ആക്ച്വലി സത്യമാണ്. ഈ എയർ ഫ്രൈ ഉപയോഗിച്ച് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അവർ വാദിക്കുന്നത്. കുറേ റിവ്യൂസ് വായിച്ചപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. പഴംപൊരി വരെ നമുക്ക് എണ്ണ ഇല്ലാതെ ഇതിനകത്ത് പൊരിച്ചെടുക്കാം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ അത് പരീക്ഷിച്ചില്ല ഇതുവരെ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്രൈസ് എണ്ണയില്ലാതെ ഇതിനകത്ത് നമുക്കെങ്ങനെ വറുത്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞാൻ ചെയ്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും പരീക്ഷണങ്ങൾ സക്സസ് ആവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ കുറച്ച് ഫ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വീലിൻ്റെ ആണത്. ഇതിനകത്തേക്ക് ഞാൻ ഒരു അല്പം എണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. ജസ്റ്റ് എല്ലാം അതിലൊന്ന് കോട്ടാവണം, അത്രയും വേണ്ടി. എന്നിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഫ്രൈസിലും ആ എണ്ണയൊന്ന് കോട്ടാവും. ആക്ച്വലി ഇത്രയും എണ്ണ പോലും ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഞാൻ ചേർത്തതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കാം. ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണിത്. ഇതിനകത്ത് 2 സെറ്റിംഗ് ഉണ്ട്. ഇത് എന്ന് പറയുന്നത് സമയം, ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഇത് രണ്ടുമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കിതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ആദ്യം ഒന്നും മനസ്സിലാത്തില്ല എത്ര സമയം വേണമെന്ന്. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊരു എക്സ്പീരിയൻസ് ആകുമ്പോൾ മനസ്സിലാവും എപ്പം നിർത്തണം, എപ്പം തുറന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രേ എന്ന് പറയുന്ന ഇതാണ്. ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ ട്രേ എന്ന് പറയുന്നത് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകി വരും. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് അങ്ങനെ വെള്ളം ഉപയോഗിക്കത്തില്ല ഞാൻ തുടച്ചെടുക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സൈഡിലോട്ടൊന്നും വരാതെ സൂക്ഷിച്ച് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഇനി വേറെ പ്ലേറ്റ് ഒന്നും വെക്കില്ല, നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം. വേണമെങ്കിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം, അത് നിർബന്ധമില്ല. ഞാൻ പ്ലേറ്റ് വേറൊന്നും യൂസ് ചെയ്യാറില്ല, ഇതിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ആ ഫ്രെയിംസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഹീറ്റ് എല്ലാം ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടയ്ക്കുക. ഞാൻ സെറ്റിംഗ് കൊടുക്കുന്നത് ഒരു 180 വെച്ചിട്ട് സമയം 10 മിനിറ്റ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അല്ലെങ്കിൽ സമയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഓൺ ആവാൻ തുടങ്ങും. വേറെ സ്വിച്ച് ബട്ടണൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ മെയിൻ സ്വിച്ചും പിന്നെ ഈ ബട്ടൺസും വെച്ച് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇത് ഞാൻ ഒരു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അപ്പോൾ അത് ഒരു 10,000 അടുപ്പിച്ചായിരുന്നു. പല റേറ്റിനുണ്ട്, അതായത് അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റും മാറും. ഫിലിപ്സിൻ്റെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നുള്ള സംഭവമാണ്. ഇപ്പം കറക്റ്റായിട്ടെല്ലാം ആയിട്ടുണ്ട്. ചിലതൊക്കെ മാത്രം അടിയിലോട്ട് പോയത് കുറച്ചൊന്ന് ആകാനുണ്ട്. അപ്പം ഞാനൊരു 30 സെക്കൻഡും കൂടി വെക്കാം. ഇനി തുറന്ന് നോക്കാം. അപ്പം എല്ലാം കറക്റ്റായി. കണ്ടോ? നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി സ്പാറ്റുല വെച്ചിട്ട് അല്ലെങ്കിൽ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിയിലോട്ട് പോയത് ചൂട് കിട്ടാത്തതൊക്കെ മുകളിലോട്ട് വരും. ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാത്തിനും ചൂട് തട്ടി അത് നല്ലപോലെ മുരിഞ്ഞ് വരും. അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.